ഗുഡ് മോർണിംഗ് ഓൾ. +1 മാത്തമാറ്റിക്സിലെ 3rd ചാപ്റ്റർ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ട്രിഗ്നോമെട്രിയിലെ അതിപ്രധാനമായ 8 ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് പരിചയപ്പെട്ടതിന് ശേഷമായിരുന്നു ക്ലാസ് അവസാനിപ്പിച്ചത്. അതിൽ ആദ്യത്തെ 4 ഐഡൻറ്റിറ്റികളെ പ്രോഡക്റ്റ് ഫോർമുല എന്നായിരുന്നു നമ്മൾ വിളിച്ചത്. ആ 4 ഐഡൻറ്റിറ്റീസാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കാണും. അതിനുശേഷം നമ്മൾ മറ്റ് 4 ഐഡൻറ്റിറ്റീസ് പരിചയപ്പെട്ടു. സം ഫോർമുല. ഈ 8 ഫോർമുലകൾ വളരെ കൃത്യമായി, സംശയരഹിതമായി, അനായാസം നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ സെക്ഷൻ വളരെ എളുപ്പമാണ്. ഇതൊക്കെ ഓർത്തു വെക്കാനുള്ള മാർഗങ്ങളും ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യുക. ആരെങ്കിലും ഇത് ബൈഹാർട്ട് ചെയ്യാതെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ബൈഹാർട്ട് ചെയ്തതിന് ശേഷം മാത്രം അവർ കേൾക്കുക. എങ്കിലേ പ്രോബ്ലംസ് സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ പറ്റൂ. ആവർത്തനം കൊണ്ട് മാത്രമേ ഇത്തരം ഫോർമുലകൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ പറ്റൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഇന്ന് ഈ 8 ഫോർമുലകൾ ഉപയോഗിച്ച് ചില ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. 8 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്, 36 മുതൽ 43 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 36 ഇതാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതേസമയം വളരെ എളുപ്പവുമാണ്. cos 7x plus cos 5x divided by sin 7x minus sin 5x is equal to cot x എന്ന് പ്രൂവ് ചെയ്യണം. ഈ വലിയ എക്സ്പ്രഷൻ cot x എന്ന സിമ്പിൾ എക്സ്പ്രഷൻ ഈക്വൽ ആണ് എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് cos 7x plus cos 5x divided by sin 7x minus sin 5x ആണ്. ന്യൂമറേറ്ററിലേക്ക് നോക്കൂ. ഏത് ഫോർമുല? cos c plus cos d എന്ന ഫോർമുല. ആരാ cos c plus cos d? to cos c plus d by 2 cos c minus d by 2 അല്ലേ? ആരാണ് sin c minus sin d? to cos c plus d by 2 sin c minus d by 2. ഈ ഐഡന്റിറ്റീസ് നിങ്ങൾക്ക് മനഃപ്പാഠമാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. ഇനി എന്തേ ചെയ്യേണ്ടതുള്ളൂ? സിക്ക് പകരം ന്യൂമറേറ്ററിൽ 7x, ഡിക്ക് പകരം 5x കൊടുക്കുക. സിക്ക് പകരം 7x, ഡിക്ക് പകരം 5x. അത് തന്നെയാണ് ഡിനോമിനേറ്ററിലും കൊടുക്കേണ്ടത്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം അല്ലെ? ഈക്വൽ ടു പറ. 2 cos 7x plus 5x by 2 cos 7x minus 5x by 2 whole divided by, എൻ്റെ കൂടെ ഒന്ന് പറ, 2 cos 7x plus 5x by 2 sin 7x minus 5x by 2 അല്ലെ? ഇങ്ങനെ വരും. എഴുതുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. 7x plus 5x whole divided by 2 എന്നൊക്കെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ആരാ 7x plus 5x? 12x. 12x by 2 6x. 7x minus 5x 2x. 2x by 2 x. അതേപോലെ തന്നെയാണ് താഴെയും. അന്നേരം ഇതെന്ത് വരും? 2 cos 6x cos x by 2 cos 6x sin x എന്ന് വരും. ഓക്കെ, നോക്കൂ, 2 ക്യാൻസൽ ചെയ്തു, cos 6x ക്യാൻസൽ ചെയ്തു, ബാക്കി എന്താ ഉള്ളത്? cos x by sin x. ആരാണത്? cot x, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. രണ്ടും ഈക്വൽ ആണെന്ന് മനസ്സിലായല്ലോ. വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം, cos 7x plus 5x by 2 ക്യാൻസൽ ചെയ്യാം, ബാക്കിയുള്ളത് മാത്രം സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതിയാലും മതി. എങ്കിലും കൂടുതൽ ബ്യൂട്ടിക്ക് വേണ്ടി ഈ രൂപത്തിൽ എഴുതിയതാണ്. നന്നായിട്ട് മനസ്സിലാക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, 37ാമത്തെ ചോദ്യം. ഇതിന്റെ ആവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും. ഓക്കെ, 37 sin 5x plus sin 3x by cos 5x plus cos 3x is equal to tan 4x. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു sin 5x plus sin 3x by cos 5x plus cos 3x sin c plus sin d to sin c plus d by 2 cos c minus d by 2 cos c plus cos d to cos c plus d by 2 cos c minus d by 2. ഇത് എത്രത്തോളം എളുപ്പത്തിൽ പറയാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ച് ഇത് ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ സിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? 5x. ഡിക്ക് പകരം എന്ത് കൊടുക്കും? 3x. ഒന്ന് റീപ്ലേസ് ചെയ്യൂ സ്വന്തമായിട്ട്. ഞാൻ എഴുതുന്നതിന് മുന്നേ സ്വന്തമായിട്ടൊന്ന് റീപ്ലേസ് ചെയ്യൂ. അന്നേരം ഇങ്ങനെ കിട്ടും അല്ലേ? 5x plus 3x 8x by 2 4x. 5x minus 3x 2x by 2 x. അന്നേരം
2 sin 4x cos x by 2 cos 4x cos x എന്ന് കിട്ടും. ഓക്കെ, cos x ക്യാൻസൽ ചെയ്തു, 2 ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ളത് എന്താ? sin 4x by cos 4x. വാട്ട് ഈസ് sin 4x by cos 4x? tan 4x. ആൻസർ ഫിനിഷ്ഡ്. ക്വസ്റ്റ്യൻ നമ്പർ 38. Prove that cos 9x minus cos 5x by sin 17x minus sin 3x is equal to minus sin 2x by cos 10x എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതി. വാട്ട് ഈസ് cos c minus cos d? minus 2 sin c plus d by 2 sin c minus d by 2. What is sin c minus sin d? 2 cos c plus d by 2 sin c minus d by 2. ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, cos c minus cos d is equal to minus 2 sin c plus d by 2 sin c minus d by 2 and sin c minus sin d is equal to 2 cos c plus d by 2 sin c minus d by 2. ചില ആളുകളെങ്കിലും കരുതും ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ ട്രിഗ്നോമെട്രി അല്ലേ നഷ്ടപ്പെടും. അല്ല, ട്രിഗ്നോമെട്രി നഷ്ടപ്പെട്ടാൽ മാത്തമാറ്റിക്സിലെ മിക്കവാറും പല ചാപ്റ്ററുകളും നമുക്ക് നഷ്ടപ്പെടും. ഫോർ എക്സാമ്പിൾ ഡിഫറൻസിയേഷൻ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ സൈൻ എക്സിനെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുണ്ട്, കോസ് എക്സിനെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ കോസ് സി മൈനസ് കോസ് ഡിയും സൈൻ സി മൈനസ് സൈൻ ഡിയും ഒക്കെ നന്നായിട്ട് അറിയണം. ഓക്കെ, ഇത് എന്തായാലും പഠിക്കണം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ. അതുകൊണ്ട് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കോസ് സി പ്ലസ് കോസ് ഡിയിൽ സിക്ക് പകരം 9x, ഡിക്ക് പകരം 5x ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കൂ. അതേപോലെ സൈൻ സി മൈനസ് സൈൻ ഡിയിൽ സിക്ക് പകരം 17x, ഡിക്ക് പകരം 3x ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കൂ. എന്തായിരിക്കും കിട്ടുക? 2 minus 2 sin 9x plus 5x by 2 sin 9x minus 5x by 2 whole divided by 2 cos 17x plus 3x by 2 sin 17x minus 3x by 2 എന്ന് കിട്ടും അല്ലേ? അതാണ് ഞാൻ ഈ എഴുതിയിട്ടുള്ളത്. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 14x by 2 14x by 2 7 അല്ലേ? 7x. ഇവിടെ 9x minus 5x by 2 ദാറ്റ് ഈസ് 4x by 2 2x. അതേപോലെ ഇവിടെ 10x, ഇവിടെ 7x എന്നൊക്കെ കിട്ടും. അന്നേരം സൈൻ 7x സൈൻ 7x ക്യാൻസൽ ചെയ്യും, 2 ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ ഉള്ളത്? മൈനസ് സൈൻ 2x ബൈ കോസ് 10x എന്ന് കിട്ടും. അതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ് എന്ന് മനസ്സിലായി. ഓക്കെ, 39ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 39. sin x minus sin y by cos x plus cos y is equal to tan x minus y by 2. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇനി ഞാൻ പറയേണ്ടതില്ലല്ലോ, സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. sin c minus sin d, cos c plus cos d, ഈ രണ്ട് ഫോർമുലകൾ ഉപയോഗിക്കണം. വളരെ ഡയറക്റ്റ് ആയിട്ട് എക്സിന് പകരം c, വൈക്ക് പകരം d ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. അന്നേരം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുന്ന ടേംസ് cos x plus y by 2 cos x plus y by 2 2 ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് ഞാൻ എഴുതി, അത് സൈൻ ബൈ കോസ് ആണ്, അത് ടാൻ ആണ്. tan x minus y by 2. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ, 40ാമത്തെ ക്വസ്റ്റ്യൻ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കുറച്ച് വിശാലമാണ് അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡോ tan 6x. ഇത്രയും ചെയ്താൽ ഈ എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ tan 6x എന്ന സിംഗിൾ ഫംഗ്ഷൻ ആയിട്ട് കിട്ടുമെന്നാണ് നമുക്ക് ഇവിടെ തെളിയിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ എഴുതി. എന്താ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇവിടെ 2 ടേംസ് അല്ല ആഡ് ചെയ്യാനുള്ളത്, 4 ടേംസ് ആഡ് ചെയ്യാനുണ്ട്. 4 ടേംസ് ആഡ് ചെയ്യാൻ നമുക്ക് അറിയോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 ടേംസ് വീതം ആഡ് ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതുമ്പോൾ ഈ രൂപത്തിൽ എഴുതാം. 2 ടേംസ് ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഈ 2 ടേം ആണ് ചെയ്യുക, പിന്നെ ഈ 2 ടേം ചെയ്യും, അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, ഇനി സൈൻ സി പ്ലസ് സൈൻ ഡി, കോസ് സി പ്ലസ് കോസ് ഡി, ഈ 2 ഫോർമുലകളാണ് നമുക്ക് ആവശ്യം. ഒന്ന് പറയൂ, ആരാ സൈൻ സി പ്ലസ് സൈൻ ഡി ടു സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2? ആരാ കോസ് സി പ്ലസ് കോസ് ഡി ടു കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2? മനസ്സിൽ നന്നായിട്ട് പതിച്ചു വെക്കേണ്ട, എപ്പോൾ ചോദിച്ചാലും പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഐഡന്റിറ്റീസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഞാൻ വീണ്ടും ഇവിടെ എഴുതുന്നത് നിങ്ങൾ ഇത് നോക്കാനും അഥവാ പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിക്കാനും വേണ്ടിയാ. അല്ലാതെ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഈ ഐഡന്റിറ്റി എഴുതണം എന്നില്ല. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് റീപ്ലേസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇവിടെ സിക്ക് പകരം 7x, ഡിക്ക് പകരം 5x, സിക്ക് പകരം 9x, ഡിക്ക് പകരം 3x. അതുപോലെ തന്നെ താഴെയും കൊടുത്താൽ മതി. ഞാൻ ആ സ്റ്റെപ്പ് എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കണം, ഇൻറ്റു വേണ്ട സ്ഥലത്ത് ഇൻറ്റു, പ്ലസ് വേണ്ട സ്ഥലത്ത് പ്ലസ്, ബൈയുടെ രൂപം ഒക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്.
ചെറിയ തെറ്റ് പോലും നമ്മുടെ ആൻസറിനെ പൂർണ്ണമായിട്ടും തെറ്റിച്ച് കളയും. അതൊരു വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. 12x/2 6x, ഇവിടെ 2x/2 x, അതേപോലെ ബാക്കിയുള്ളതെല്ലാം പറയാം, ഞാൻ പറയേണ്ടതില്ല. ട്രിഗ്നോമെട്രിയ, നിങ്ങൾക്കിതൊക്കെ വളരെ ഈസി ആയിട്ട് ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ എഴുതുമ്പോൾ ഇതാണ് കിട്ടുക. നോക്കൂ, ന്യൂമറേറ്ററിൽ ആര് കോമണാ? 2 6x കോമൺ. ഡിനോമിനേറ്ററിൽ ആര് കോമണാ? 2 cos x അല്ലേ? അപ്പോൾ ന്യൂമറേറ്ററിൽ നിന്ന് 2 6x പുറത്തെടുത്തു, ഡിനോമിനേറ്ററിൽ നിന്ന് 2 cos x പുറത്തെടുത്തു. അന്നേരം നോക്കൂ, ബാക്കി ബ്രാക്കറ്റിനകത്ത് എന്താ ഉള്ളത്? ന്യൂമറേറ്ററിൽ cos x plus cos 3x, ഡിനോമിനേറ്ററിലും cos x plus cos 3x. അത് രണ്ടും സെയിം അല്ലേ? ക്യാൻസൽ ചെയ്തില്ലേ? 2 ക്യാൻസൽ ചെയ്തില്ലേ? ബാക്കി എന്തുണ്ട്? sin 6x/cos 6x. ആരാ sin 6x/cos 6x? tan 6x. നോക്കൂ, ഈ വലിയ എക്സ്പ്രഷൻ tan 6x എന്ന കുഞ്ഞ് എക്സ്പ്രഷനായി മാറി അല്ലേ? ആരുടെ സഹായത്താൽ? ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസിന്റെ സഹായത്താൽ. അപ്പൊ ഈ ഐഡന്റിറ്റീസ് അറിയുന്ന ആർക്കും ഇത് സിംപ്ലിഫൈ ചെയ്ത് ഇതാണെന്ന് കാണിക്കാവുന്നതേ ഉള്ളൂ. വലിയൊരു പ്രയാസമുള്ള ചോദ്യമെന്ന് തോന്നിക്കാവുന്നതാണ്, പക്ഷെ എത്ര എളുപ്പമാണ്. ഇതേപോലെ മനോഹരമായിട്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം. ഓക്കെ, 41ാമത്തെ ക്വസ്റ്റ്യൻ വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. നോക്കൂ, cos x plus cos y whole square plus sin x minus sin y whole square is equal to 4 into cos square x plus y/2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഞാനതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതുകയാണ്. cos c plus cos d ആവശ്യമുണ്ട്, sin c minus sin d ആവശ്യമുണ്ട്. എന്താ cos c plus cos d? 2 cos c plus d/2 cos c minus d/2. ചോദിക്കുന്നതിന്റെ മുന്നേ ആൻസർ പറയണം. അത്രയും സ്പീഡ് നമ്മൾ പറയാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, ആരാ sin c minus sin d? 2 cos c plus d/2 sin c minus d/2. ഞാൻ ഇവിടെ വീണ്ടും എഴുതുന്നുണ്ട്, പക്ഷേ അതൊക്കെ ചോദിക്കുന്നതിന് മുന്നേ പറയാൻ വേണ്ടി പഠിക്കണം. അത്രയും സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഐഡന്റിറ്റീസ് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യണം എന്നുള്ള പോയിന്റ്. ഓക്കെ, ആരാ cos c plus cos d? 2 cos c plus d/2 cos c minus d/2. എക്സിന് പകരം സിക്ക് പകരം എക്സ്, ഡിക്ക് പകരം വൈ. അതേപോലെ ഇവിടെയും കൊടുത്താലും മതി. ആ സ്റ്റെപ്പ് ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഞാൻ അത് എഴുതി. ഓക്കെ, ഇത് 2 cos x plus y/2 cos x minus y/2 ഹോൾ സ്ക്വയർ. ഓരോ ടേമിനെയും സ്ക്വയർ ചെയ്താൽ മതി. അപ്പം എന്ത് കിട്ടും? 4 cos square x plus y/2 cos square x minus y/2 എന്ന് കിട്ടും സ്ക്വയർ ചെയ്യുമ്പോൾ. അതേപോലെ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 cos square x plus y/2 sin square x minus y/2 എന്ന് കിട്ടും. രണ്ട് ടേമും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കൂ. ആര് കോമണാ? 4 കോമണാ. പിന്നെയോ cos square x plus y/2 കോമണാ. ബാക്കി എന്താ ബ്രാക്കറ്റിനകത്തുള്ളത്? cos square x minus y/2 plus sin square x minus y/2 എന്ന ബ്രാക്കറ്റിനകത്തുള്ളത്. കോമൺ ആയിട്ടുള്ള 4 cos square x plus y/2 പുറത്തെടുത്തു, ബാക്കിയുള്ളത് ബ്രാക്കറ്റിൽ എഴുതി. ഇത് മാത്തമാറ്റിക്സിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്, നമുക്ക് പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, cos square x minus y/2 plus sin square x minus y/2 കണ്ടപ്പോഴേ പരിചയമുള്ളൊരു ടേം. എന്താ ഇത്? cos square x plus sin square x, cos square theta plus sin square theta. ആരാ? 1 അല്ലേ? cos square theta, തീറ്റയ്ക്ക് പകരം x minus y/2 ആണെന്നേ ഉള്ളൂ. cos square theta plus sin square theta is equal to 1. അപ്പൊ എന്ത് പറയാം? 4 into cos square x plus y/2 into 1 എന്ന് പറയാം. അതായത് 4 cos square x plus y/2. അതല്ലേ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തിയില്ലേ? എന്തേ ഇവിടെ ആവശ്യമുള്ളൂ? cos c plus cos d, sin c minus sin d. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക എന്നത് മാത്രമേ ഇത്തരം പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമുള്ളൂ. ഓക്കെ, 42ാമത്തെ ക്വസ്റ്റ്യൻ ചെറിയൊരു വ്യത്യാസമുള്ള പോലെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? 42ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് cos pi/4 plus x plus cos pi/4 minus x. ഏത് ഫോർമുല? cos a plus b plus cos a minus b. ഇതിനെ പ്രോഡക്റ്റ് ഫോർമുലയുടെ ഗണത്തിലാണ് നമ്മൾ പെടുത്തിയിട്ടുള്ളത് അല്ലേ? പ്രോഡക്റ്റ് ഫോർമുലയിലാണ് നമ്മൾ പെടുത്തിയിട്ടുള്ളത്. cos, ശ്രദ്ധിക്കണം നന്നായിട്ട്, cos a plus b plus cos a minus b എന്ന്. ആരാ cos a plus b plus cos a minus b? 2 cos a cos b പഠിച്ചിട്ടുണ്ടല്ലോ. cos a plus b plus cos a minus b 2 cos a cos b. എക്ക് പകരം pi/4, ബിക്ക് പകരം എക്സ്. എക്ക് പകരം pi/4, ബിക്ക് പകരം എക്സ്. അപ്പം എന്ത് വരും പറ? 2 cos pi/4 cos x എന്ന് വരും. ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. ഈ ഐഡന്റിറ്റി നമുക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. ആരാ cos pi/4? 1/√2. 2 into 1/√2 cos x എന്ന് വരും. 2 into 1/√2 cos x.
2√2 ക്യാൻസൽ ചെയ്തു. അന്നേരം ബാക്കി എന്താ ഉള്ളത്? √2 cos x. √2 cos x ആൻസർ. അതാണല്ലോ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതാണ് ഇത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം. വേണമെങ്കിൽ cos c പ്ലസ് cos d വെച്ച് ചെയ്യാം. പക്ഷേ അതിനേക്കാൾ വളരെ എളുപ്പം cos a പ്ലസ് ബി പ്ലസ് cos a മൈനസ് ബി വെച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 43-ാമത്തതും അവസാനത്തതുമായിട്ടുള്ള ചോദ്യം ഇതാണ്. cos 3π/4 പ്ലസ് എക്സ് മൈനസ് cos 3π/4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് √2 tan x. സെയിം ക്വസ്റ്റിന് ഏത് ഫോർമുല? cos a പ്ലസ് ബി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ എഴുതി cos a പ്ലസ് ബി മൈനസ് cos a മൈനസ് ബി. ആരാ cos a പ്ലസ് ബി മൈനസ് cos a മൈനസ് ബി? -2 sin a sin b. എക്ക് പകരം 3π/4, ബിക്ക് പകരം എക്സ് ഞാൻ റീപ്ലേസ് ചെയ്തു. sin 3π/4 എന്ന് വന്നു അല്ലെ. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാണല്ലോ പഠിച്ചത്. പൈ 4നേക്കാൾ ഒന്ന് കുറവാ. അന്നേരം പൈ മൈനസ് π/4 എന്ന് എഴുതിയാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. π/2ന്റെ ഈവൻ മൾട്ടിപ്പിളാ. അപ്പൊ സെയിം ഫംഗ്ഷനാ വരിക. സെക്കൻഡ് കോണ്ടിൽ സൈൻ പോസിറ്റീവാ. അപ്പൊ sin π/4 എന്ന് തന്നെ വരും. കഴിഞ്ഞ ക്ലാസ്സിൽ റിലേറ്റഡ് ആംഗിൾ 2 ക്ലാസ് വെച്ചാ പറഞ്ഞത് അല്ലെ. ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചത്. ഇത് ഇവിടെ മാത്രമല്ല, മാത്തമാറ്റിക്സിന്റെ സകല മേഖലകളിലും ഇതൊക്കെ ഉപയോഗിക്കും. അതുകൊണ്ട് ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. -2 ഇൻറ്റു sin π/4 ഇൻറ്റു sin x എന്ന് വരും. ആരാ sin π/4? 1/√2. √2 ക്യാൻസൽ ചെയ്തു. അപ്പൊ -√2 sin x എന്ന് കിട്ടി അല്ലെ. അതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. 8 ചോദ്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. 8ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ നന്നായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. ഇനി കുറച്ച് അസൈൻമെന്റ് തരികയാണ്. അസൈൻമെന്റ് 31 വളരെ സിമ്പിൾ അല്ലേ. sin c പ്ലസ് sin d ബൈ cos c പ്ലസ് cos d. sin c പ്ലസ് sin d ബൈ cos c പ്ലസ് cos d. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത ഒരു ചോദ്യത്തെ പോലെയുള്ള ചോദ്യം തന്നെയാണ്. ഹോൾ സ്ക്വയർ തീറ്റ ഒക്കെ വെച്ച് പറഞ്ഞല്ലോ, അതേ ചോദ്യമാണ്. അവസാനത്തെ ചോദ്യം 34-ാമത്തെ ക്വസ്റ്റ്യന് ഇത് നമ്മൾ ചെയ്ത രൂപത്തിലുള്ളതല്ല. ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. ഇത് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കണം, അതിന് ഒരു എക്സ്പ്രഷൻ കൊടുക്കണം. റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കണം, അത് മറ്റൊരു എക്സ്പ്രഷൻ ആവും. രണ്ടും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ശ്രദ്ധിക്കൂ, അതിൻ്റെ ഒരു പ്രൂഫ് ഞാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് കരുതി ചില ആളുകൾക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് നോക്കി ചെയ്യാതെ സ്വന്തമായിട്ട് ചെയ്യുക. സംശയമുള്ളവർ മാത്രം ഈ ഒരു സൊല്യൂഷനിലേക്ക് നോക്കുക. വളരെ പെട്ടെന്ന് പറയും, കാരണം ഇത് അസൈൻമെന്റിലെ പ്രോബ്ലമാണ് അല്ലേ. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതി sin c പ്ലസ് sin d എന്നുള്ളതിന്റെ എക്സ്പ്രഷൻ കൊടുത്തു. അന്നേരം ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തു. കോട്ട് 4x ആരാ? cos 4x ബൈ sin 4x. sin 4x ക്യാൻസൽ ചെയ്തു. അന്നേരം ഈ ഒരു ആൻസർ കിട്ടി. ഇതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ സിംപ്ലിഫൈ ചെയ്യും. റൈറ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കോട്ടക്സിന് പകരം cos x ബൈ sin x എഴുതിയാൽ sin x ക്യാൻസൽ ചെയ്യും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് 2 cos 4x cos x എന്ന് കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 cos 4x cos x എന്ന് കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണല്ലോ. അതുകൊണ്ട് ഈ ഒരു എക്സ്പ്രഷൻ ഈക്വലാ. അങ്ങനെയാണ് 34-ാമത്തെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ശരി, ഇനി അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ പുതിയ കുറച്ച് ഐഡന്റിറ്റീസ് പഠിച്ചു വരേണ്ടതുണ്ട്. എങ്കിലേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനും പുതിയ കുറച്ചുകൂടെ ഐഡന്റിറ്റീസ് പഠിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ ഐഡന്റിറ്റീസ് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഓക്കെ, ശരി. ട്രിഗ്ണോമെട്രിക് എക്സ്പ്രഷൻ ഫോർ മൾട്ടിപ്പിൾ ആംഗിൾസ് ആണ് ഹെഡിങ്. ട്രിഗ്ണോമെട്രിക് എക്സ്പ്രഷൻ ഫോർ മൾട്ടിപ്പിൾ ആംഗിൾസ്. നോട്ട്ബുക്കിൽ ഹെഡിങ് എഴുതിക്കോളൂ. എന്താ മൾട്ടിപ്പിൾ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ? എ ഒരു ആംഗിൾ ആണെങ്കിൽ 2a, 3a, 4a, 5a, ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ആംഗിൾസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് sin 2a, cos 2a, tan 2a, അതുപോലെ sin 3a, cos 3a, tan 3a, ഇതിനൊക്കെ ഉള്ള എക്സ്പ്രഷൻസ് ആണ്. അതിനൊക്കെ ഉള്ള കറസ്പോണ്ടിങ് ഐഡന്റിറ്റീസ് ആണ്. ഐഡന്റിറ്റീസ് ഞാൻ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അത് ഡിറൈവ് ചെയ്യുന്ന രൂപം കൂടി ഒന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷേ ഡെറിവേഷനും ചോദിച്ചേക്കാം. ഓക്കെ, ആദ്യം നമുക്ക് sin 2a നോക്കാം. എക്സ്പ്രഷൻസ് ഫോർ sin 2a. എന്താ sin 2a എന്ന് പറഞ്ഞാൽ? sin 2a മീൻസ് a പ്ലസ് a അല്ലെ. sin 2a sin a പ്ലസ് a. വാട്ട് ഇസ് sin a പ്ലസ് a? sin a പ്ലസ് b എന്താ? sin a cos b പ്ലസ് cos a sin b. അപ്പൊ sin a cos a പ്ലസ് cos a sin a അല്ലെ. ശരി, രണ്ടും സെയിം അല്ലേ? sin a cos a sin a cos a. അപ്പൊ എത്ര sin a cos a ആയി? 2 sin a cos a. അപ്പൊ sin 2a ഒരു എക്സ്പ്രഷൻ ആണ് 2 sin a cos a എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സ്പ്രഷൻ കൂടി sin 2a കൊണ്ട്. ആരാ sin 2a? ഇപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്തത് 2 sin a cos a. അത് നമുക്ക് 2 sin a cos a ബൈ 1 എന്ന് എഴുതാലോ. ഏത് നമ്പറിന്റെ താഴെയും ഏത് എക്സ്പ്രഷന്റെ താഴെയും 1 എന്നുള്ള നമ്പർ ഉണ്ടാകുമല്ലോ. അപ്പോൾ 2 sin a cos a ബൈ a എന്ന് എഴുതി, ബൈ 1 എന്ന് എഴുതി. ആരാ 1? 1നെ പല രൂപത്തിൽ നമുക്ക് എഴുതാം. 2 - 1 എഴുതാം അല്ലെ, 10 - 9 എന്ന് എഴുതാം. പക്ഷെ അതൊന്നും എഴുതിയിട്ട് ഇവിടെ പ്രയോജനമില്ല. ഇവിടെ നമ്മൾ 1ന് എന്താ കൊടുക്കേണ്ടത്? cos സ്ക്വയർ a പ്ലസ് sin സ്ക്വയർ a എന്ന് കൊടുക്കുക. cos സ്ക്വയർ a പ്ലസ് sin സ്ക്വയർ a. എന്നിട്ടോ cos സ്ക്വയർ a കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യാം.
ഓക്കെ, എല്ലാ ടേമിനെയും ന്യൂമറേറ്ററിനെ കോസ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡിനോമിനേറ്ററിലെ രണ്ട് ടേമിനെയും കോസ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അന്നേരം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തും. നോക്കൂ നിങ്ങൾ, എന്താ കിട്ടിയിരിക്കുന്നത്? 2 tan a by 1 plus tan square a. എന്താ? കോസ് എ ക്യാൻസൽ ചെയ്തു, ബാക്കി 2 sin a by കോസ് എ, 2 tan a by 1 plus tan square a. ഇതാണ് sin 2a രണ്ടാമത്തെ എക്സ്പ്രഷൻ. അപ്പൊ sin 2a രണ്ട് എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ചു. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലൊക്കെ ഒരുപാട് ആവശ്യമുള്ള റിസൾട്ടുകളായത് ബൈഹാർട്ട് ചെയ്യണം. ഈ റിസൾട്ട് ഡിറൈവ് ചെയ്തതിന് ശേഷം ഇതേപോലെ മനോഹരമായിട്ട് ബോക്സിൽ എഴുതി വെക്കുക, ഹൃദയത്തിൽ നന്നായിട്ട് ഉറപ്പിച്ചു വെക്കുക, നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇത് വെച്ച് പുതിയ ഐഡന്റിറ്റീസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. sin 2a equal to 2 sin a cos a and sin 2a equal to 2 tan a by 1 plus tan square a. പഠിച്ചോ? എങ്കിൽ cos 2a പഠിക്കാം. നമ്പർ 2, എക്സ്പ്രഷൻ ഫോർ cos 2a. cos 2a 4 എക്സ്പ്രഷൻസ് ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ നേരത്തെ ഡിറൈവ് ചെയ്ത പോലെ cos a plus a. വാട്ട് ഈസ് cos a plus a? cos a plus b. cos a plus b നമുക്കറിയാലോ, cos a cos b മൈനസ് sin a sin b. അതിന് പകരം a എന്ന് കൊടുത്താൽ മതി. cos a മൈനസ് sin a sin a, cos square a മൈനസ് sin square a എന്ന് കിട്ടും. ഇതാണ് cos 2a ഒന്നാമത്തെ എക്സ്പ്രഷൻ അല്ലേ. രണ്ടാമത്തെ എക്സ്പ്രഷനോ, കോസ് സ്ക്വയർ ആരാ? കോസ് സ്ക്വയർ നമുക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് എഴുതാലോ, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതാലോ. അത് വെച്ചാണ് രണ്ട് എക്സ്പ്രഷൻ കിട്ടുക. ഞാൻ ആദ്യം കോസ് സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയറിലെ സൈൻ സ്ക്വയർ 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതി, ബ്രാക്കറ്റ് അങ്ങ് ഒഴിവാക്കി. അപ്പൊ എന്താ കിട്ടുക? കോസ് സ്ക്വയർ മൈനസ് 1 പ്ലസ് കോസ് സ്ക്വയർ. അപ്പൊ എത്ര കോസ് സ്ക്വയർ ആയി? 2 കോസ് സ്ക്വയർ മൈനസ് 1. 2 കോസ് സ്ക്വയർ മൈനസ് 1 കോസ് 2 രണ്ടാമത്തെ എക്സ്പ്രഷൻ. ക്ലിയർ? മൂന്നാമത്തെ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി ഇപ്പൊ ഞാൻ സൈൻ സ്ക്വയർ 1 മൈനസ് കോസ് സ്ക്വയർ എന്നല്ലേ എഴുതിയത്. ഇനി കോസ് സ്ക്വയർ എനിക്ക് എന്ത് എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് എഴുതാലോ. ഒന്ന് സ്വന്തമായിട്ട് മൂന്നാമത്തെ എക്സ്പ്രഷൻ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, സ്വയം നിർമ്മിച്ചു നോക്കൂ. cos 2a ഈക്വൽ ടു cos സ്ക്വയർ a മൈനസ് സൈൻ സ്ക്വയർ a. വാട്ട് ഈസ് cos സ്ക്വയർ a? 1 മൈനസ് സൈൻ സ്ക്വയർ a മൈനസ് സൈൻ സ്ക്വയർ a. ദെൻ ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എന്ന് കിട്ടും. cos 2a മൂന്നാമത്തെ എക്സ്പ്രഷൻ. 3 എക്സ്പ്രഷൻ പഠിച്ചു. ഒന്ന് cos സ്ക്വയർ a മൈനസ് സൈൻ സ്ക്വയർ a, 2 2 cos സ്ക്വയർ a മൈനസ് 1, 3 1 മൈനസ് 2 സൈൻ സ്ക്വയർ a. നാലാമത്തെ എക്സ്പ്രഷൻ ഏത് എക്സ്പ്രഷൻ ആയിരിക്കും? ടാനിലുള്ള എക്സ്പ്രഷൻ, നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത എക്സ്പ്രഷൻ അല്ലേ. നമുക്കറിയാം cos 2a ആരാണ്? cos സ്ക്വയർ a മൈനസ് സൈൻ സ്ക്വയർ a ആണ്. 1 എന്ന് ഡിനോമിനേറ്റർ കൊടുത്തു. 1 പകരം എന്ത് കൊടുക്കാം? cos സ്ക്വയർ a പ്ലസ് സൈൻ സ്ക്വയർ എന്ന് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ cos സ്ക്വയർ a കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യാം. അന്നേരം 1 മൈനസ് ടാൻ സ്ക്വയർ a ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ a എന്ന സുന്ദരമായ ഒരു ഐഡന്റിറ്റി cos 2a കിട്ടും. അപ്പൊ cos 2a 4 എക്സ്പ്രഷനും പഠിച്ചല്ലോ. അപ്പൊ ഇനി മുതൽ cos 2a 4 എക്സ്പ്രഷനും നമുക്ക് ബൈഹാർട്ടായിരിക്കണം. ഓക്കെ, ഞാൻ ബോക്സിൽ എഴുതി തരുന്നുണ്ട്. ദാ നേരത്തെ എഴുതിയതൊക്കെ എഴുതിയതിന് ശേഷം ഈ റിസൾട്ട് ഇതുപോലെ ബോക്സിൽ ഒരുമിച്ച് എഴുതി വെക്കുക. cos 2a ഈക്വൽ ടു cos സ്ക്വയർ a മൈനസ് സൈൻ സ്ക്വയർ a, 2 cos സ്ക്വയർ a മൈനസ് 1, 1 മൈനസ് 2 സൈൻ സ്ക്വയർ a, 1 മൈനസ് ടാൻ സ്ക്വയർ a ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ a. ഞാൻ പെട്ടെന്ന് പറയുന്നത് എഴുതാൻ വേണ്ടിയല്ല, ഇതുപോലെ പറയണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് പഠിച്ചിട്ട് ഇത്രയും സ്പീഡ് നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഓക്കെ, ഈ tan 2a എക്സ്പ്രഷൻ ഫോർ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിന് ഒരു എക്സ്പ്രഷനേ ഉള്ളൂ, രണ്ട് എക്സ്പ്രഷൻ ഇല്ല. ഓക്കെ, tan 2a എന്താ? tan a പ്ലസ് a. tan a പ്ലസ് b ആരാ? tan a പ്ലസ് tan b ബൈ 1 മൈനസ് tan a tan b. ബിക്ക് പകരം എ എന്ന് കൊടുത്തു. അപ്പോൾ 2 tan a ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എന്ന് കിട്ടി. ഇതാണ് tan 2a എക്സ്പ്രഷൻ. വെരി സിമ്പിൾ, വെരി ഡയറക്റ്റ്. ഓക്കെ, നോക്കൂ, ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്താ വരിക? 2 tan a ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ആണെങ്കിൽ sin 2a ആണ്. 1 മൈനസ് ആണെങ്കിൽ tan 2a ആണ്. ചെറിയ വ്യത്യാസം, വലിയ എക്സ്പ്രഷനിൽ വലിയ വ്യത്യാസം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ മൈനസ് ആണെങ്കിൽ ടാൻ ആണെന്നും പ്ലസ് ആണെങ്കിൽ sin 2a ആണെന്നൊക്കെ പ്രത്യേകം ഓർത്ത് വെക്കണം. ബോക്സിൽ എഴുതി വെച്ചോളൂ, tan 2a എക്സ്പ്രഷൻ ബോക്സിൽ എഴുതി വെക്കാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പഠിച്ചാൽ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 3a എക്സ്പ്രഷൻസ്. ഓക്കെ, sin 3a, cos 3a ആൻഡ് tan 3a. ആദ്യം sin 3a, ഇതൊക്കെ സ്വന്തമായിട്ട് ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഓരോ സ്റ്റെപ്പും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതല്ല, സ്വയം ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആരാ 3a? 2a പ്ലസ് a, sin a പ്ലസ് b, sin a cos b പ്ലസ് cos a sin b. ഇവിടെ നോക്കൂ, sin 2a എന്നുള്ളൊരു ടേം ഉണ്ട് അല്ലേ. ആരാ sin 2a? 2 sin a cos a. ആരാ cos 2a? cos സ്ക്വയർ a മൈനസ് സൈൻ സ്ക്വയർ a. അങ്ങനെയൊക്കെ മാറ്റാലോ. അല്ലെങ്കിൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ a. ഇത് മൊത്തം ആൻസർ sin 3 ആണല്ലോ. അപ്പൊ സൈനിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുക. അപ്പൊ cos 2a ഏറ്റവും നല്ല എക്സ്പ്രഷൻ 1 മൈനസ് 2 സൈൻ സ്ക്വയർ a, ഇതിനെ 2 sin a cos a എന്ന് മാറ്റി കൊടുത്തു. എന്നിട്ടോ ഇവിടെ cos a ഇൻറ്റു cos a ഉണ്ട്. ആരാ cos a ഇൻറ്റു cos a? cos സ്ക്വയർ a. ആ cos സ്ക്വയർ a നമുക്ക് മാറ്റാം. ആരാ cos സ്ക്വയർ a എന്ന് പറയുന്നത്? ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ cos സ്ക്വയർ എന്ന് എഴുതി. ഇവിടെ ഞാൻ ഈ ബ്രാക്കറ്റ് അങ്ങ് റിമൂവ് ചെയ്തു. cos സ്ക്വയർ a 1 മൈനസ് സൈൻ സ്ക്വയർ a എന്ന് എഴുതാം.
അതേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. 1 മൈനസ് സൈൻ സ്ക്വയർ. ഇനി ഈ ബ്രാക്കറ്റ് അങ്ങ് മാറ്റി, ബ്രാക്കറ്റ് ഒഴിവാക്കി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 സൈൻ എ പ്ലസ് സൈൻ എ 3 സൈൻ എ മൈനസ് 2 സൈൻ ക്യൂബ് എ മൈനസ് 2 സൈൻ ക്യൂബ് എ മൈനസ് 4 സൈൻ ക്യൂബ് എ. അപ്പോൾ 3 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എ, ഇതാണ് സൈൻ 3a. കിട്ടിയല്ലോ. സൈൻ 3a ഇസ് ഈക്വൽ ടു 3 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എ. മനസ്സിലുണ്ടായിരിക്കണം, ഡെറിവേഷനും പഠിക്കണം. ഇനി കോസ് 3a ഇതുപോലെ സ്വന്തമായിട്ട് ചെയ്യാം. കോസ് 2a പ്ലസ് എ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഓക്കെ, കോസ് 2a പകരം മൊത്തം കോസിലേക്കാണ് മാറ്റേണ്ടത്. ഇപ്പൊ 2 കോസ് സ്ക്വയർ എ മൈനസ് 1, ഇവിടെ 2 സൈൻ എ കോസ് എന്ന് കൊടുത്തു. ഇനി ബ്രാക്കറ്റ് അങ്ങ് റിമൂവ് ചെയ്യാം. ബ്രാക്കറ്റ് ഞാൻ റിമൂവ് ചെയ്തു. ഇവിടെ ഒരു സൈൻ സ്ക്വയർ എ വരുന്നുണ്ട്, അതിന് പകരം 1 മൈനസ് കോസ് സ്ക്വയർ എ എന്ന് കൊടുത്തു. ഇനി ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. അന്നേരം ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4 കോസ് ക്യൂബ് എ മൈനസ് 3 കോസ് എ എന്ന് കിട്ടും. ഇതാണ് കോസ് 3a എക്സ്പ്രഷൻ. ഓക്കെ, മൂന്നാമത് ടാൻ 3a. tan 3a tan 2a plus a. ആരാ tan a plus b? tan a plus tan b by 1 minus tan a tan b. റീപ്ലേസ് ചെയ്തു. tan 2a എല്ലാവർക്കും അറിയാലോ. 2 tan a by 1 minus tan square a. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ tan 2a പകരം 2 tan a by 1 minus tan square a എന്ന് ഇവിടെയും കൊടുക്കുന്നു, ഇവിടെയും കൊടുക്കുന്നു. എന്നിട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 മൈനസ് ടാൻ സ്ക്വയർ രണ്ട് ഭാഗത്തുള്ളതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ഈ രൂപത്തിലേക്ക് കിട്ടും. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു. അന്നേരം 3 tan a മൈനസ് ടാൻ ക്യൂബ് എ ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എന്ന് കിട്ടും. ഇതിന്റെ ഓരോ സ്റ്റെപ്പുകളും പതുക്കെ പറഞ്ഞു തരേണ്ട ഒരാവശ്യവുമില്ല. കാരണം നിങ്ങൾ +1 പഠിക്കുന്നവരാണ്, ട്രിഗ്നോമെട്രിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഡിറൈവ് ചെയ്യാൻ പറ്റണം. എങ്കിലേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇത് ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങൾ സ്വയം ചെയ്യാനൊക്കെ പറ്റൂ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തന്നില്ല എന്ന് പറയേണ്ടതില്ല. ഇതൊക്കെ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. 3 tan a മൈനസ് ടാൻ ക്യൂബ് എ ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എ. ടാൻ 3a എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം 3 എക്സ്പ്രഷൻ സൈൻ 3a കോസ് 3a ടാൻ 3a. ഡെറിവേഷൻ പഠിക്കണം, അതിൻ്റെ കൂടെ ഈ റിസൾട്ട് ഇതുപോലെ ബോക്സിലാക്കി വെക്കണം. അതും മനോഹരമായിട്ട് പഠിക്കണം. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. സൈൻ 3a ഈക്വൽ ടു, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ, 3 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എ. കോസ് 3s ഈക്വൽ ടു 4 കോസ് ക്യൂബ് എ മൈനസ് 3 കോസ് എ. tan 3s equal to 3 tan a minus tan cube a divided by 1 minus 3 tan square a. ക്ലിയർ ആണല്ലോ? ശരി, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, കുറച്ച് ഐഡന്റിറ്റീസ് ഇന്ന് നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ആ ഐഡന്റിറ്റീസിനെ തുടർന്ന് കുറച്ചുകൂടെ ഐഡന്റിറ്റീസ് പഠിക്കാനുണ്ട്. മൊത്തം ഒരു ദിവസം തന്നെ വേണ്ട എന്ന് കരുതിയിട്ടാണ് 2 ദിവസമാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ പഠിപ്പിച്ചിട്ടുള്ള ഐഡന്റിറ്റീസ് നന്നായിട്ട് പഠിച്ചു വരണം. എങ്കിലേ അതിനെ തുടർന്ന് ബാക്കിയുള്ള ഐഡന്റിറ്റീസ് സ്വയം നമുക്ക് നിർമ്മിക്കാനും സ്വന്തമായിട്ട് മനസ്സിലാക്കാനും പറ്റൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു കാര്യം, ഇതിനെ തുടർന്ന് വരുന്ന ചില ഐഡന്റിറ്റീസ് ഡിറൈവ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇന്ന് പഠിച്ച ഐഡന്റിറ്റി വെച്ച് അതുപോലെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഐഡന്റിറ്റി വെച്ച് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുക. ഇതിനൊക്കെ എന്ത് വേണം? ഇതുവരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയണം. കൂടെ ഐഡന്റിറ്റീസ്, എന്തൊക്കെ ഐഡന്റിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ, ഏതൊക്കെ ഐഡന്റിറ്റീസ് ബോക്സിലാക്കി വെച്ചിട്ടുണ്ടോ, അതൊക്കെ ആലോചിക്കാതെ ചോദിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ആൻസർ പറയാൻ നമ്മൾ പഠിക്കണം. നന്നായിട്ട് പഠിക്കാൻ, സമയമെടുത്ത് പഠിക്കാൻ. ട്രിഗ്നോമെട്രി വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ അതിനെ മനസ്സിലാക്കാൻ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.